ഇപ്പൊ ഇത്തരം കുറച്ച് ഉജ്ജ്വലമായ രാമായണ മുഹൂർത്തങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊന്നാണ് IS, വേറൊന്നാണ് RSS, വേറൊന്നാണ് നരേന്ദ്രമോദി. ഇനി അതിൻ്റെയൊക്കെ ചെറിയൊരു ഭാഗമാണ് നമ്മുടെ ശശികല ടീച്ചർ കേരളത്തിലുള്ള. ഇവരൊക്കെയാണ് നമ്മുടെ നാട്ടിൽ അസമാധാനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാനൊരു ക്ഷേത്ര മൈതാനിയിൽ നിന്നാണ് സംസാരിക്കുന്നത് എന്നുള്ള പൂർണ്ണമായ ഉത്തരവാദിത്വത്തോടു കൂടി തന്നെയാണ് ഇത് പറയുന്നത്. ഇന്നലെ ഈ അടുത്ത കാലത്ത് എനിക്കൊരു പ്രസ്താവന ഞാൻ കണ്ടു. അവരുടെ വാമനൻ സാമ്രാജ്യത്വ വിരുദ്ധവാദിയാണത്രേ, മഹാബലി സാമ്രാജ്യത്വവാദി. അതുകൊണ്ടാണ് മഹാബലിയെ ചവിട്ടി താഴ്ത്തിയത്. മാലോകരെല്ലാവരും മനുഷ്യരെല്ലാം ഒന്ന് എന്നുള്ള സന്ദേശത്തിന്റെ ഓർമ്മ പുതുക്കാനായിട്ട് ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ഓണം. അത് അവർക്ക് മനസ്സിലായി. ഇന്നലെ ഞാൻ കാലത്ത് സർ സയ്യിദ് ഇംഗ്ലീഷ് സ്കൂളിൽ ഒരു പൊന്നോണ ഉത്സവം ഉദ്ഘാടനം ചെയ്യാൻ പോവുകയുണ്ടായി. അവിടെ ഞാനത് പോയപ്പോ സുഫുവാൻ എന്ന് പറയുന്ന ഒരു കുട്ടിയാണ് അന്ന് മാവേലി കെട്ടി അവിടെ എന്നെ സ്വീകരിച്ചത്. അപ്പം മനുഷ്യരുടെ മുഴുവൻ ആഘോഷമായിട്ട് ഓണം മാറിയിട്ടുണ്ട്. ഓണം അങ്ങനെയാണ്. അപ്പൊ അതിനെ എങ്ങനെയെങ്കിലും ഒന്ന് വർഗീയവൽക്കരിക്കണം, തമ്മിത്തല്ലുണ്ടാക്കണം. അപ്പൊ അതിനൊരു കാര്യം പറയുകയാണ്, മഹാബലി ഭയങ്കര അപകടകാരിയായ സാമ്രാജ്യത്വവാദിയായിരുന്നു. എന്താണ് ഈ സാമ്രാജ്യത്വവാദം? അദ്ദേഹം ദേവലോകത്തെ ആക്രമിച്ചു എന്നാണ് പറയുന്നത്. ദേവലോകത്തെ മഹാബലി ആക്രമിച്ചതാണ് അദ്ദേഹത്തെ സാമ്രാജ്യവാദി എന്ന് മുദ്ര കുത്താൻ ശശികല ടീച്ചർക്ക് പ്രചോദനം കൊടുത്തത് എങ്കിൽ ഞാൻ വളരെ ലളിതമായിട്ട് പറയുന്നു, ഗരുഡൻ എന്ന് പറയുന്നൊരു കഥാപാത്രമുണ്ട്. ഗാരുഡ പുരാണം എന്ന് പറഞ്ഞൊരു വലിയ പുരാണം ഭാരതീയ ദർശന സംഹിതകളിൽ വളരെ പ്രബലമായിട്ട് നിലവിലുണ്ട്. ഗാരുഡ പുരാണം വായിച്ചു നോക്കുക. ശശികല ടീച്ചർ ഒന്നും വായിച്ചിട്ടില്ല എന്നുള്ളതാണ് അവരുടെ അനുഗ്രഹവും നമ്മുടെ ശാപവും. ഗാരുഡ പുരാണം വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അതിൽ ഗരുഡൻ ദേവലോകം മുഴുവൻ ആക്രമിക്കുകയല്ല, ദേവേന്ദ്രനെയൊക്കെ തവിട് പൊടിയാക്കിയിട്ട് അമൃതകുംഭം എടുത്ത് പോരുന്നുണ്ട്. അപ്പോ ഗരുഡൻ ആരായി? വിഷ്ണുവിന്റെ വാഹനാണ് ഗരുഡൻ. അപ്പൊ ഗരുഡൻ ആരായി? ഗരുഡൻ സാമ്രാജ്യത്വവാദിയായി. ശശികല ടീച്ചറുടെ കാഴ്ചപ്പാടാണ് ഞാൻ പറയുന്നത്, എന്റെയും നിങ്ങളുടെയും കാഴ്ചപ്പാടല്ല. അപ്പൊ ഒരു കാര്യം പറയുമ്പോൾ അതിനൊരു സാമാന്യ വിവരമൊക്കെ വേണം. ഇതൊന്നുമില്ലാതെ ആളുകളെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഞാൻ ഉറപ്പായിട്ട് പറയുന്നു, മതങ്ങളെക്കുറിച്ച്, മതഗ്രന്ഥങ്ങളെക്കുറിച്ച്, അതിലെ പ്രമേയങ്ങളെക്കുറിച്ച് വിശ്വാസികളായ, സമാധാനം ആഗ്രഹിക്കുന്ന, ശാന്തി ആഗ്രഹിക്കുന്ന എല്ലാ വിശ്വാസികളും വളരെ അഗാധമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഇത്. അസമാധാനം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം മതഗ്രന്ഥങ്ങളെ ദുരുപയോഗം ചെയ്യുന്ന ദുഷ്ടബുദ്ധികളിൽ നിന്ന് നമ്മൾ നമ്മുടെ മതഗ്രന്ഥങ്ങളെ മോചിപ്പിച്ചെടുക്കാതെ, വിശ്വാസത്തെ മോചിപ്പിച്ചെടുക്കാതെ ലോകത്ത് ഒരിക്കലും ശാന്തി ഉണ്ടാവാൻ പോകുന്നില്ല.